Rayopticsലെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഫെറിക്കൽ ലെൻസുകളെ കുറിച്ചാണ്. നമുക്കൊക്കെ ഒരുപാട് പരിചയമുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് ലെൻസസ് അല്ലേ. രണ്ട് തരം ലെൻസസ് ആണുള്ളത്. ഒന്ന് കോൺവെക്സ് ലെൻസ് ആണ്. അതിൻ്റെ സിമ്പിൾ വരച്ച് വെച്ചോളൂ. ഇതാണ് കോൺവെക്സ് ലെൻസ്. ഇത് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ശ്രദ്ധിക്കുക. എഡ്ജ് കൂർത്തതും അതുപോലെ അതിൻ്റെ സെൻറ്റർ പുറത്തേക്ക് തള്ളിയതുമായിരിക്കും. ബൾജ്ഡ് ഔട്ട്വേർഡ് ആണ് രണ്ട് സൈഡിലും. അപ്പോൾ അവിടെ ഒരു പ്രത്യേക കാര്യം കൂടി നോട്ട് ചെയ്യണേ. ഈ കോൺവെക്സ് ലെൻസിനെ നമ്മൾ ബൈ കോൺവെക്സ് ലെൻസ് എന്നും പറയാറുണ്ട്. ബൈ എന്ന് വെച്ചാൽ രണ്ട് എന്നാണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഇതേപോലെ ഒരേ ഷേപ്പിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ ബൈ കോൺവെക്സ് ലെൻസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കോൺകേവ് ലെൻസിൻ്റെ സിമ്പിൾ ഇതേപോലെയാണ് വരുന്നത്. അതായത് മുകൾ ഭാഗത്ത് നേരത്തെ നേരെ ഓപ്പോസിറ്റാണ്. നേരെ രണ്ട് എഡ്ജുകൾ കൂർത്തതായിരുന്നു. പക്ഷേ ഇത് രണ്ട് എഡ്ജ് നോക്കൂ, പരന്നതാണ്. പക്ഷേ അതായത് കനം കൂടിയതാണ്, തിക്നെസ് കൂടുതലാണ്. സെൻറ്ററിലേക്ക് രണ്ട് സൈഡിലും കർവ് എങ്ങനെയാണ്? അകത്തേക്കാണ്. ഇതിനെ കോൺകേവ് ലെൻസ് അല്ലെങ്കിൽ ബൈ കോൺകേവ് ലെൻസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് റിയൽ കോൺവെക്സ് ലെൻസിനെ കണ്ടാൽ അത് ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. +2 നമുക്ക് പ്രാക്ടിക്കൽസിന് 4 എക്സ്പെരിമെൻ്റ് ചെയ്യാനുണ്ട്. കോൺവെക്സ് ലെൻസിനെ കുറിച്ചും അതുപോലെ കോൺകേവ് ലെൻസിനെ കുറിച്ചും. അപ്പം പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഈ രണ്ട് ലെൻസിനെ കുറിച്ചുള്ള എക്സ്പെരിമെൻറ്റ് കിട്ടും. വേണമെന്നുള്ളവരത് കാണാം. അതേപോലെ ഇത് മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ റൗണ്ടായിട്ടാണ് കോൺവെക്സ് ലെൻസ് ഉണ്ടാവുക. ഇനി കോൺകേവ് ലെൻസ് ഇതുപോലെയാണ് കണ്ടാലുണ്ടാവുക, അല്ലെങ്കിൽ ഇതുപോലെ. ഇനി ഇമേജ് ഫോർമേഷൻ ഇൻ സ്ഫെറിക്കൽ ലെൻസസ്. അപ്പോൾ ഈ കോൺകേവ് ലെൻസ് ആവട്ടെ കോൺവെക്സ് ലെൻസ് ആവട്ടെ, നമ്മൾ ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടി നമുക്ക് 3 റേസ് ആവശ്യമാണ്. മിറേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് മിനിമം ഒരു ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ മിനിമം 2 റേസ് വേണം. പക്ഷേ മിററിൻ്റെ കേസിൽ 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേസിൽ നമുക്ക് ഏതെങ്കിലും 2 മതിയായിരുന്നു. എന്നാൽ ലെൻസിൻ്റെ കേസിൽ അങ്ങനെയല്ല. 3 ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ റേ ഓഫ് ലൈറ്റ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇമേജ് ഫോർമേഷൻ വരയ്ക്കാം. കോൺവെക്സ് ലെൻസിന് ഇത് നിങ്ങൾ വരച്ചെടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, ഒന്ന് ഫെമിലിയർ ചെയ്യാനാണ്. നിങ്ങൾ 10th പഠിച്ചതാണ്. ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഒരു റേ നോക്കൂ, പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന്, ഇതാണ് ഈ ലൈൻ നോക്കൂ, ഈ സെൻറ്റർ, ഇതിൻ്റെ പേര് സൈഡിൽ എഴുതി വെക്കണം. ഇത് ഒപ്റ്റിക് സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു മിറർ ആണെങ്കിൽ ഇത് പോൾ എന്നാണെന്ന് അല്ലേ. അതുപോലെ ബൈ കോൺവെക്സ് ലെൻസ് ആണ്. രണ്ട് സൈഡും കർവ് ആയതുകൊണ്ട് തന്നെ ഇതിന് 2 ഫോക്കസ് ഉണ്ട്. F1 എന്നും F2 എന്നും നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക. അപ്പോൾ പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റിഫ്രാക്ഷന് ശേഷം ഇപ്പുറത്തെ സൈഡിലുള്ള ഫോക്കസിലൂടെ കടന്നു പോകുന്നത് കണ്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് റേ നമുക്ക് കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടി വരും. അതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ഫോക്കസിലൂടെ എങ്ങനെ പോകുന്ന ലൈറ്റ് ആഫ്റ്റർ റിഫ്രാക്ഷൻ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സ് ഇതുപോലെ അങ്ങ് കടന്നു പോകും. പിന്നെ ഉള്ളത് ഒപ്റ്റിക് സെൻറ്ററിലൂടെ പോകുന്ന ലൈറ്റ് വിത്തൗട്ട് എനി റിഫ്രാക്ഷൻ, അതായത് ബെൻഡിങ് ഇല്ലാതെ ഇതുപോലെ അങ്ങ് പോകും. അപ്പോൾ ഈ 3 ലൈറ്റ് റേസിനെ പരിചയപ്പെടണം കേട്ടോ. ഇത് നിങ്ങൾ വരച്ചെടുക്കണമെന്നില്ല, പക്ഷേ വരച്ചെടുത്താൽ നല്ലതാണ്. ഇനി കോൺകേവ് ലെൻസിന് ഇതുപോലെ നോക്കൂ. ഒന്ന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേ റിഫ്രാക്ട് ചെയ്തിട്ട് ഡൈവേർജ് ചെയ്താണ് പോകുന്നത് കണ്ടോ. നേരത്തെ അതൊരു പോയിന്റിലേക്ക് വന്നതാണെങ്കിൽ ഇത് ഇപ്പുറത്തെ സൈഡിൽ തന്നെ, ലെഫ്റ്റ് സൈഡിൽ തന്നെയുള്ള ഒരു 2 ഫോക്കസ് ഉണ്ട് അല്ലേ. നമുക്കറിയാം കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും അപ്പുറത്തും ഇപ്പുറത്തും 2 കർവ്ഡ് സർഫസ് ഉള്ളതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും 2 ഫോക്കസ് ഉണ്ടാവും. അതുകൊണ്ട് അപ്പുറത്തെ ഫോക്കസ് എന്ന് വരുന്നത് പോലെ ഈ ഡോട്ടഡ് ലൈനിൻ്റെ മീനിങ് എന്താണ്? ഇപ്പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ലൈറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നത് പോലെ തോന്നുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ലൈറ്റ് റേ. വേറൊരു ലൈറ്റ് റേ ഇപ്പുറത്തുള്ള ഫോക്കസിനെ എന്ത് ചെയ്യണം? ഫോക്കസിലേക്ക് എന്ന പോലെ ലൈറ്റ് ഇങ്ങനെ വീഴുകയാണെങ്കിൽ അത് ബെൻഡ് ചെയ്ത് ഇതുപോലെ പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് മൂവ് ചെയ്യും. അതുപോലെ നേരത്തെ കോൺവെക്സ് ലെൻസ് പറഞ്ഞതുപോലെ തന്നെ കോൺകേവ് ലെൻസിലും പ്രിൻസിപ്പൽ ആക്സിസിൽ, അതായത് ഒപ്റ്റിക് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ലൈറ്റ് വിത്തൗട്ട് എനി റിഫ്രാക്ഷൻ ഇറ്റ് വിൽ മൂവ് ലൈക്ക് ദിസ്.
ഇത് കോൺകേവ് ലെൻസിൻ്റെ 3 ലൈറ്റ് റേയും കോൺവെക്സ് ലെൻസിൻ്റെ 3 ലൈറ്റ് റേസും പരിചയപ്പെട്ട കുട്ടിക്ക് വളരെ സിമ്പിളായിട്ട് ഇനി എന്ത് ചെയ്യാം, റേ ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ അടുത്ത സൈഡ് ഹെഡിങ് എഴുതി വെക്കുക. റേ ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ ഇൻ കോൺവെക്സ് ലെൻസ്. കോൺകേവ് ലെൻസിലും ഉണ്ട്, കോൺവെക്സ് ലെൻസിലും ഉണ്ട്. നമുക്ക് കോൺവെക്സ് ലെൻസിനെ കുറിച്ച് പറയാം. അതിലാദ്യത്തെ ഇമേജ് ഫോർമേഷൻ റേ ഡയഗ്രാം എങ്ങനെയാണ് നോക്കൂ. ഇവിടെ 2 എഡ്ജ്, കോൺവെക്സ് ലെൻസിന് 2 എഡ്ജ് എം എന്നും എൻ എന്നുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ പാരലായിട്ട് വന്ന ലൈറ്റ് റേസ് എല്ലാം ഇപ്പുറത്തുള്ള കോൺവെക്സ് ലെൻസിൻ്റെ ഇപ്പുറത്തുള്ള ഫോക്കസിലൂടെ കടന്നു പോയത് കണ്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതി വെക്കേണ്ടത് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇതങ്ങ് ഇൻഫിനിറ്റിയിലാണ്. കാരണം ഇൻഫിനിറ്റിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ മേൽ നിന്നാണ് നമുക്ക് പാരലായിട്ടുള്ള ലൈറ്റ് റേസ് കിട്ടുക. എന്നിട്ട് എഴുതി വെക്കുക പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് ഫോക്കസ്. അതുപോലെ നേച്ചർ ഓഫ് ഇമേജ് എന്ന് എഴുതി വെക്കുക. അതായത് ഇതെല്ലാം നിങ്ങൾ ഈ ഡയഗ്രത്തിൻ്റെ താഴെ തന്നെ എഴുതണം കേട്ടോ. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് ഫോക്കസ്, നേച്ചർ ഓഫ് ഇമേജ്. നോക്കൂ, ഇത് ശരിക്കും ലൈറ്റ് റേസ് ഇതിലെ കടന്നു പോയത് കൊണ്ട് തന്നെ അതിൻ്റെ നേച്ചർ അത് എത്ര വലുതാണ് എന്നാൽ നോക്കുക, ഡിമിനിഷ്ഡ് ആണ്. വളരെ ചെറുതായതുകൊണ്ടാണ് നമ്മൾ ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ പോയിന്റ് സൈസ്ഡ് എന്നാണ് പറയുക. റിയൽ ആണ്, കാരണം ശരിക്കും ഇതിലൂടെ ലൈറ്റ് റേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അടുത്ത ഇമേജ് ഫോർമേഷൻ നോക്കാം. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് എവിടെ നോക്കൂ. അതായത് ഫോക്കസ്, ലെഫ്റ്റ് സൈഡിലുള്ള ഫോക്കസ് F1, തൊട്ടപ്പുറത്ത് നമുക്കറിയാം 2 കർവുണ്ട് ഈ ലെൻസിന്. അതിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഈ കർവിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചറാണ് നമ്മളിവിടെ 2F എന്നെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2F1. ആ പോയിന്റിന് C1 അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറാണ് C1. അപ്പോൾ 2 സ്ഫെറിക്കൽ സർഫസ് ഉള്ളതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലുള്ളതുപോലെ തന്നെ റൈറ്റ് സൈഡിലും എന്തുണ്ടാകും, ഫോക്കസും ഉണ്ടാവും, അതുപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറും ഉണ്ടാവും. റേഡിയസ് ഓഫ് കർവേച്ചർ ഇവിടെ 2F2 എന്ന് നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഒരു സൈഡ് എത്ര കർവാണോ അത് തന്നെ അപ്പുറത്തെ സൈഡും വരണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. വരാം, വരാതിരിക്കാം, നമുക്ക് വഴിയെ പറയാം. അപ്പോൾ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് എഴുതി വെക്കുക. ഇത് വരയ്ക്കണം കേട്ടോ, റേ ഡയഗ്രാം എല്ലാം വരയ്ക്കണം. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ബിയോണ്ട് C1 ആണ്, അല്ലെങ്കിൽ C എന്ന് എഴുതിയാൽ മതി. ബിയോണ്ട് C ആണെങ്കിൽ അതിൻ്റെ ഇമേജ് എഴുതി വെക്കുക, അടിയിൽ എഴുതി വെക്കുക പൊസിഷൻ ഓഫ് ഇമേജ് ബിറ്റ്വീൻ F ആൻഡ് 2F ഓൺ അതർ സൈഡ് ഓഫ് ദ ലെൻസ്. അടുത്തത് നേച്ചർ എഴുതി വെക്കുക, സ്മോൾ സൈസ്ഡ് ആൻഡ് റിയൽ. എങ്ങനെ അത് റിയലാണെന്ന് മനസ്സിലായി? റിയൽ ഇമേജ് എപ്പോഴും തലകുത്തനായിരിക്കില്ലേ. അതുപോലെ നോക്കുക, ഇവിടെ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്നും ശരിക്കും ലൈറ്റ് കടന്നു പോയ ലെൻസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഫോക്കസിലേക്കുള്ള ദൂരത്തെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. ഇത് നമുക്ക് മിററിൽ പരിചയമുണ്ട്, എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നോക്കൂ. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് എവിടേക്കാണോ വെച്ചത് അവിടേക്കുള്ള ദൂരമാണ് കേട്ടോ U. അതുപോലെ ഇമേജ് ഡിസ്റ്റൻസ് നോക്കൂ. ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരമാണ് ഇമേജ് ഡിസ്റ്റൻസ്. അത് V എന്ന ലെറ്റർ കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വരച്ചെടുക്കുക. നെക്സ്റ്റ് ആണ് കോൺവെക്സ് ലെൻസിൻ്റെ F-ൽ തന്നെ, അല്ലെങ്കിൽ 2F-ൽ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചു. അപ്പോൾ സൈഡിൽ എഴുതി വെക്കണം, അടിയിൽ എഴുതി വെക്കണം. ഇത് വരച്ചതിന് ശേഷം അടിയിൽ എഴുതി വെക്കണം പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് C. പൊസിഷൻ ഓഫ് ഇമേജ് അതിൻ്റെ അടിയിൽ പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് C ഓൺ ദി അതർ സൈഡ് ഓഫ് ദ ലെൻസ്. നേച്ചർ എഴുതി വെക്കുക. നേച്ചർ ഓഫ് ഇമേജ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വെക്കുക. എന്താണ് നിങ്ങൾ കാണുന്നത്? സെയിം സൈസ്ഡ് ആണ്, അതുപോലെ ഇൻവേർട്ടഡ് ആണ്, അല്ലെങ്കിൽ റിയൽ ആണ്. റിയൽ അല്ലെങ്കിൽ ഇൻവേർട്ടഡ്, കാരണം റിയൽ ഇമേജ് എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കുമല്ലോ. ഇത് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ഈ റേ ഡയഗ്രാമത്തിൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാണ്ടാവില്ല. ഇൻഫിനിറ്റിയിൽ നിന്ന് ബിയോണ്ട് C വന്നു, പിന്നെ C വന്നു. ഇനി അടുത്തത് ബിറ്റ്വീൻ C ആൻഡ് F ആണ്. അപ്പോൾ ഈ ഡയഗ്രാം വരച്ചതിന് ശേഷം എഴുതി വെക്കുക ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ C ആൻഡ് F. അതിൻ്റെ അടിയിൽ ഇമേജ് ഡിസ്റ്റൻസ് ബിയോണ്ട് C എന്ന് എഴുതി വെക്കുക. ബിയോണ്ട് C ഓൺ ദി അതർ സൈഡ് ഓഫ് ദ ലെൻസാണ്. നേച്ചർ ഓഫ് ഇമേജ് എഴുതി വെക്കുക, ലാർജ് സൈസ്ഡ്, അതുപോലെ റിയൽ ഇമേജ്. ഇവിടെ A ആണ് ഒബ്ജക്റ്റ് എന്നെങ്കിൽ ഇവിടെ ഇമേജ് A' എന്നാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റിനെ കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് ഫോക്കസിലെത്തുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. നോക്കൂ,
ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ എഴുതുക ഇത് വരച്ചതിന് ശേഷം എഴുതേണ്ടത് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് ഫോക്കസ്. പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണെന്ന് നോക്കൂ. ഇത് പാരലൽ ആയിട്ടാണല്ലേ, ഇവിടുന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് ഈ ലൈറ്റ് റേ അങ്ങ് ഇൻഫിനിറ്റി എന്ന് വരുന്നത് പോലെയാണ് തോന്നുക. അതുകൊണ്ട് തന്നെ പൊസിഷൻ ഓഫ് ഇമേജ് അറ്റ് ഇൻഫിനിറ്റി എന്ന് എഴുതുക. ഇനി നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, കാരണം ഒരിക്കലും ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നോട്ട് ഡിഫൈൻഡ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, നിർവചിക്കപ്പെട്ടിട്ടില്ല എന്ന്. അതുപോലെ നേച്ചറും നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതിയാൽ മതി. ലാസ്റ്റ് പൊസിഷനാണ് നോക്കൂ, ബിറ്റ്വീൻ ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് ഫോക്കസ്. ഇത് വരയ്ക്കണം, ഞാൻ പറയുന്നതൊക്കെ ആ വരച്ചതിൻ്റെ അടിയിൽ എഴുതണം കേട്ടോ. ഇനി ഇമേജ്, പൊസിഷൻ ഓഫ് ഇമേജ് എഴുതി വെക്കൂ. ആദ്യം പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് എന്താ എഴുതേണ്ടത്? ബിറ്റ്വീൻ ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് ഫോക്കസ് എന്ന് എഴുതണം. ഇനി പൊസിഷൻ ഓഫ് ഇമേജ് എഴുതേണ്ടത് നിങ്ങൾ ഓൺ ദി സെയിം സൈഡ് ഓഫ് ദ ലെൻസ് എന്നാണ് എഴുതേണ്ടത്. പൊസിഷൻ ഓഫ് ഇമേജ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ദ ലെൻസ് എന്നാണ് എഴുതേണ്ടത്. എന്ന് വെച്ചാൽ സെയിം സൈഡ് ഓഫ് ദ ലെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണോ ഒബ്ജക്റ്റ് വെച്ചത് ആ സൈഡിൽ തന്നെ. ഇതുവരെ നമുക്ക് ഒബ്ജക്റ്റ് വെച്ചപ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ് ഇമേജ് കിട്ടിയതെങ്കിൽ ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് മാർക്ക് ചെയ്യുക. ഇത് ചിലപ്പോൾ +2 എക്സാമിന് വരയ്ക്കാൻ ചോദിച്ചേക്കാം. അപ്പോൾ രണ്ട് ഈ റേ ഡയഗ്രാമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. അതിലൊന്ന് ഇതും, അതുപോലെ ഒന്ന് സീൽ, ഒബ്ജക്റ്റ് വെച്ചാൽ സീൽ തന്നെ ഇമേജ് ഉണ്ടാവുന്നതാണ് കേട്ടോ, സെയിം സൈസ് ആയിട്ടുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടുത്തത് എഴുതി വെക്കേണ്ടത് നേച്ചർ ഓഫ് ഇമേജ് എഴുതി വെക്കുക. വെരി ലാർജ് സൈസ്ഡ് ആൻഡ് വെർച്വൽ. വെർച്വൽ ആണ് എങ്ങനെ മനസ്സിലാവുക? ഇത് ഇറക്റ്റ് ആണ്, അഥവാ നിവർന്നതാണ്. നിവർന്ന ഇമേജ് എപ്പോഴും വെർച്വൽ ആയിരിക്കും. ഇനി നമുക്ക് കോൺകേവ് ലെൻസിൽ ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുന്ന റേ ഡയഗ്രം നോക്കാം. ഇതിൽ ആകെ 2 സിറ്റുവേഷനേ ഉള്ളൂ. ഇപ്പോൾ പലർക്കും ആശ്വാസമായിട്ട് കാണും അല്ലേ, കാരണം 6 ഡയഗ്രം ഇപ്പം വരച്ചു. ഇനി നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ കേസിൽ എഴുതി വെക്കുക. ഈ ഡയഗ്രം വരച്ചതിന് ശേഷം എഴുതി വെക്കുക പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. എങ്ങനെ മനസ്സിലായി? പാരലായിട്ട് ലൈറ്റ് റേ വരുന്നത് എവിടെ നിന്നായിരിക്കും? ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാവുമ്പോഴാണ് ആ ഒബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് പാരലാണത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇങ്ങനെ വരുന്ന ലൈറ്റ് റേസിന് എന്താ സംഭവിച്ചു നോക്കൂ. ഈ അതേ സൈഡിൽ തന്നെയുള്ള ഫോക്കസിൽ നിന്നും ഈ ലൈറ്റ് വരുന്നത് പോലെ തോന്നിപ്പിച്ചുകൊണ്ട് അതെന്ത് ചെയ്യാണ്? ഡൈവേർജ് ചെയ്ത് പോവാണ്. അപ്പോൾ പൊസിഷൻ ഓഫ് ഇമേജ് എഴുതുക അറ്റ് ഫോക്കസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ്. ഈ സെയിം സൈഡ് ഓഫ് ദ ലെൻസ് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റ് എവിടെയാണോ അതേ സൈഡിൽ തന്നെ എന്നാണ് കേട്ടോ. ലാസ്റ്റ് ഇമേജ് ഫോർമേഷൻ ആണ് നോക്കൂ, ബിറ്റ്വീൻ ഒപ്റ്റിക് സെൻറ്റർ ആൻഡ് ഇൻഫിനിറ്റി. അതാണ് എഴുതി വെക്കേണ്ടത്. ഈ ഡയഗ്രം വരച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ എഴുതി വെക്കേണ്ടത് പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ ഇൻഫിനിറ്റി ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ ആണ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഇമേജ് നിങ്ങൾ എവിടെ വെച്ചോളൂ, ആ ഇമേജ് കിട്ടുന്നത് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് ഒപ്റ്റിക് സെൻറ്റർ ഓൺ ദി സെയിം സൈഡ് ഓഫ് ദ ലെൻസ് എന്നും എഴുതി വെക്കുക. ഈ ഡയഗ്രം ഒന്ന് ശ്രദ്ധിക്കൂ. ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു. ഇത് നമുക്ക് ഇത് കോൺവെക്സ് ലെൻസിൻ്റെ കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ പാരലൽ ലൈറ്റ് റേസ് വന്ന് ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാണ്? അത് സംവ്രജിക്കുകയാണ്. മലയാളത്തിൽ സംവ്രജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അത് ഇംഗ്ലീഷിൽ അതിൻ്റെ നമ്മൾ വിളിക്കുന്നത് കൺവെർജിങ് എന്നാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോക്കസ്, കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് എപ്പോഴും പറയുന്നത് ഈ കോൺവെക്സ് ലെൻസിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫോക്കസിനെ കുറിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഒരു കാര്യം കൂടി, ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ആക്ച്വലി ഇറ്റ് ഈസ് ഇൻ്റർസെക്റ്റിംഗ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോക്കസിന് നമ്മൾ എന്ത് വിളിക്കും? റിയൽ ഫോക്കസ് എന്ന് വിളിക്കും. ഈ പോയിന്റുകൾ എഴുതി വെച്ചോളൂ. സം പോയിന്റ്സ് അബൌട്ട് കോൺവെക്സ് ലെൻസ്. അതിലൊന്ന്, കോൺവെക്സ് ലെൻസ് ഇസ് ഓൾസോ നോൺ ആസ് കൺവെർജിങ് ലെൻസ്. കൺവെർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റിലേക്ക് ലൈറ്റിനെ കൊണ്ടുവരാൻ കഴിവുള്ളത് കൊണ്ടാണ് കേട്ടോ. അടുത്ത പോയിന്റ് എഴുതി വെച്ചോളൂ, കോൺവെക്സ് ലെൻസ് ഹാസ് റിയൽ ഫോക്കസ്. എന്തുകൊണ്ടാണ്? ശരിക്കും ലൈറ്റ് റേസ് ആ പോയിന്റിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് എന്താണ്? റിയൽ ഫോക്കസ് ആണ്. അതുപോലെ ബൈ സൈൻ കൺവെൻഷൻ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ഇസ് പോസിറ്റീവ്. അതിൻ്റെ കാരണം നമ്മൾ റിഫ്രാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള ഫോക്കസ് എപ്പോഴും റൈറ്റ് സൈഡിലാണ് ഒരു കോൺവെക്സ് ലെൻസിന് വരിക. അതുകൊണ്ട് അതിൻ്റെ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പം അത് റൈറ്റ് സൈഡിലേക്ക് മെഷർ ചെയ്യണം. അതുകൊണ്ട് അത് പോസിറ്റീവ് ആയിരിക്കും. ഇതേപോലെ എഴുതി വെച്ചോളൂ, സം പോയിന്റ്സ് അബൌട്ട്
കോൺകേവ് ലെൻസ്. ഇത് നമ്മൾ നേരത്തെ ഡയഗ്രാം വരച്ചതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷന് ശേഷം അകന്നു പോവുകയാണ്. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിവ്രജിക്കുക എന്നാണ് പറയുക, വിവ്രജനം, അല്ലെങ്കിൽ ഡൈവർജിങ്. അപ്പോൾ ഡൈവർജിങ് ലെൻസ് എന്നും ഇതിന് പേരുണ്ട് എന്നുള്ളത് പറയാനാണ് ഈ ഡയഗ്രാം എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ലൈറ്റ് റേസ് ശരിക്കും ഈ സൈഡിൽ തന്നെ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ ഒരു പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നിക്കുക മാത്രമാണ്, ശരിക്കും ഇത് ഈ പോയിന്റിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ളതായിട്ടാണ് പരിഗണിക്കുക. അത് എന്തായിരിക്കും? വെർച്വൽ ഫോക്കസ് ആയിരിക്കും. ഇനി സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒപ്റ്റിക് സെൻറ്ററിൽ നിന്ന് തുടങ്ങി ലെഫ്റ്റിലേക്ക് പോവുകയല്ലേ ചെയ്യുക, അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ പോയിന്റ് ഒന്ന് എഴുതി വെച്ചോളൂ. കോൺകേവ് ലെൻസ് ഇസ് ഓൾസോ നോൺ ആസ് ഡൈവർജിങ് ലെൻസ്. അതുപോലെ കോൺകേവ് ലെൻസ് ഹാസ് വെർച്വൽ ഫോക്കസ്. ലാസ്റ്റ് പോയിന്റ്, ബൈ സൈൻ കൺവെൻഷൻ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ് ഇസ് നെഗറ്റീവ്. അപ്പം ഈ ചാപ്റ്ററിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.